ഷെർലി മാം, ഇനിയിപ്പോൾ ഈ കേസിൽ 3 തിരോധാന കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. 3 സ്ത്രീകളെ കാണാതായിട്ടുണ്ട്. ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളുടെ പള്ളിപ്പുറത്തെ വീടിൻ്റെ പരിസരത്ത് നിന്ന് കരിഞ്ഞ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇനി ഒരു കൃത്രിമ പല്ല് കിട്ടിയിട്ടുണ്ട്. ഈ കാണാതായവരിൽ ഐഷയാണ് കൃത്രിമ പല്ല് ഉപയോഗിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി ഇത് കൊലപാതകങ്ങളായിരുന്നോ? ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയത് സെബാസ്റ്റ്യൻ ആണോ? അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം? ഈ കാര്യങ്ങളൊക്കെ ആണല്ലോ മാഡം തെളിയാനുള്ളത്. ഇതുവരെ കിട്ടിയിരിക്കുന്ന ഇപ്പോൾ DNA പരിശോധനയ്ക്ക് വേണ്ടി ഈ കാണാതായ ജൈനമ്മയുടെ ബന്ധുക്കളുടെ രക്തസാമ്പിളൊക്കെ DNA പരിശോധനയ്ക്ക് അയക്കാനുള്ള തീരുമാനമുണ്ടായിട്ടുണ്ട്. ഈ അന്വേഷണത്തിൽ ഇനി ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഷെർലി മാം പരിശോധിക്കപ്പെടേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ഈ കേസിൻ്റെ ചുരുളഴിക്കാൻ കഴിയുക? ആദ്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നത് ഒരു ഹൈപ്പോത്തസിസ്, ഈ മിസ്സിംഗ് സ്ത്രീകൾ കൂടുതലായിട്ട് അതിൻ്റെ അനുബന്ധമായിട്ട് 2 പേര് സൂയിസൈഡ് ചെയ്തു എന്ന് ഇപ്പോൾ ജോർജ് ജോസഫ് സാറ് പറയണത് കേട്ടു. അപ്പോൾ ഇത് സൂയിസൈഡ് തന്നെയാണോ എന്നുള്ളത്, അവർ സൂയിസൈഡ് ചെയ്തു എന്ന് പറയുന്നതും സംശയാസ്പദമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ മരണങ്ങളെല്ലാം ഈ ഒരു വ്യക്തിനെ കേന്ദ്രീകരിച്ചാണ് എന്നുള്ള ഒരു ഹൈപ്പോത്തസിസ് സ്ട്രോങ് ആയിട്ട് വെച്ചുകൊണ്ട് മാത്രമേ അന്വേഷണം തുടങ്ങുള്ളൂ. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. പോലീസിൻ്റെ രീതി അനുസരിച്ച് ഈ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആൾക്ക് ഈ പറയുന്ന വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ, പൂർവ്വ ബന്ധങ്ങൾ, അതിനുശേഷം മിസ്സിങ് ആയതിനു ശേഷം ഇദ്ദേഹത്തിന് വന്ന സ്വത്ത് വിവരങ്ങളിലൊക്കെ ഉള്ള വ്യത്യാസം, അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ടാണ് അവർ പോവുക. പിന്നെ മരണത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കിട്ടിയ ബോൺ സെറ്റ് കംപ്ലീറ്റ് ആണോ, മ്യൂട്ടിലേറ്റഡ് ആണോ, അതിന് പിന്നീട് എന്തെങ്കിലും അയാളുടെ വിവരം, അയാളുടെ ഒഫീഷ്യൽ എഡ്യൂക്കേഷൻ അല്ല ഞാൻ പറയുന്നത്, ഒരു ക്രൈം റിലേറ്റഡ് അയാൾ എത്ര കണ്ട് പരിശീലനം നേടിയിട്ടുണ്ട്, വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രിമിനൽസുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ അനുസരിച്ചിരിക്കും അയാൾ ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യാൻ എടുത്തിട്ടുള്ള മെത്തേഡ്. അപ്പോൾ അതിനകത്ത് മ്യൂട്ടിലേഷൻ ഉണ്ടാവാം, ക്രൂഡ് മ്യൂട്ടിലേഷൻ ആവാം, വിദഗ്ധമായിട്ട് മുറിച്ചിട്ടുണ്ടാവാം, സമയം എടുത്തിട്ട് ചെയ്തിട്ടുണ്ടാവാം, പല തരത്തിൽ ആസിഡുകൾ ഒഴിക്കുക, കുമ്മായം ഇടുക, അല്ലെങ്കിൽ തീ വയ്ക്കുക, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അയാൾക്ക് സമയം ധാരാളം കിട്ടിയിരിക്കണു ഈ കേസിൽ. പെട്ടെന്ന് മിസ്സായിട്ട് 2 ദിവസത്തിനകം 3 ദിവസത്തിനകം അന്വേഷിക്കണ ഒരു കേസല്ല ഇത്. ഒരുപാട് സമയമെടുത്തിരിക്കണു. അപ്പോൾ ബെറിയൽ മാത്രമല്ല, റീലൊക്കേറ്റ് ചെയ്ത് സെക്കൻഡറി ബെറിയൽ ഡിസ്പോസലൊക്കെ നടത്താറുണ്ട് ഇത്തരം ക്രിമിനൽസ്. ഇദ്ദേഹത്തിന് മൃതദേഹമായിട്ട് എന്താ പറയുക, ഒരു അറപ്പൊന്നും ഉള്ള ഒരു വ്യക്തിയായിട്ട് തോന്നണില്ല. എലന്തൂർ ക്രിമിനൽ എന്ന് പറയുന്നത് പോലെ ഈ വ്യക്തിനെ പറ്റിയിട്ടും അയാളുടെ സൈക്കോളജിക്കൽ സ്റ്റഡി, ഒരു പ്രൊഫൈൽ പോലീസ് നടത്തുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അയാൾ കൊടുക്കുന്ന വിവരങ്ങളിൽ കൂടിയായിരിക്കും ഇത് മുന്നോട്ട് പോകുക. അതർവൈസ് എപ്പോഴും ഇംപെർഫെക്ഷൻ ഉണ്ടാവും. കാരണം അയാൾ കൺഫെസ് ചെയ്യണ ഒരു പ്രതി ആവണം എന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ വ്യക്തിഗതമായിട്ട് അതിൽ നിന്ന് എന്തൊക്കെയാണ് അയാൾ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ രീതിയിലാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്, ഏകദേശം എന്നാണ് ഇത് നടത്തിയിട്ടുള്ളത്, അത്തരം വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം അതുകൂടി ചേർത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഇൻ്ററോഗേഷൻ, സയൻറ്റിഫിക് ഇൻ്ററോഗേഷന് കൂടി ഇദ്ദേഹത്തിനടുത്ത് നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ കിട്ടി തന്നെ ഈ കേസ് തെളിയുള്ളൂ. കാരണം ഷെർലി മാം പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതി അല്ലെങ്കിൽ ഈ കൊലപാതകെന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യൻ ഒന്നും കൺഫസ് ചെയ്യുന്ന സ്വഭാവക്കാരനല്ല. കാരണം ഈ ബിന്ദു പത്മനാഭൻ്റെ തിരോധാനം സംബന്ധിച്ച കാര്യങ്ങൾ തന്നെ സഹോദരനോടും പോലീസിനോടും ഒക്കെ ഇയാൾ പറഞ്ഞതൊക്കെ മാറ്റി മാറ്റി പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഇയാളെ വീട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അസ്ഥി സൂക്ഷിച്ചിരിക്കുന്നത്. ഷെർലി മാം, ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇതിൽ അയാളെ ചോദ്യം ചെയ്യണം, പോലീസിൻ്റെ അന്വേഷണം ആ വഴിക്ക് പോകണം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി പുറത്തേക്ക് വരാനുള്ളത് ശാസ്ത്രീയ തെളിവുകളല്ലേ? ശാസ്ത്രീയ തെളിവുകൾ ആകില്ലേ ഈ കേസ് തെളിയിക്കാൻ ശക്തി പകരുന്ന ഒരു ഘടകം? അപ്പോൾ ഈ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ, പിന്നെ വെപ്പുപല്ല് അല്ലെങ്കിൽ കൃത്രിമ പല്ലെന്ന് പറയുന്ന പല്ല്, ഇത് രണ്ടുമാണ് പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു ഫോറൻസിക് പരിശോധന എന്ന അർത്ഥത്തിൽ ഈ കേസിലേക്ക്, ഇതിൻ്റെ അന്വേഷണത്തിലേക്ക് വഴിതെളിക്കുന്നത് എങ്ങനെയാണ് മാം? എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായും പോലീസിൻ്റെ സഹായത്തിനെത്തുക? തീർച്ചയായിട്ടും
ഫോറൻസിക് ഡെൻറ്റിസ്ട്രി അല്ലെ ഒഡൻറ്റോളജി എന്ന് പറയുന്ന ശാസ്ത്ര ശാഖ ഇപ്പോൾ വളരെ വളർന്ന് വികസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡെൻ്റൽ എവിഡൻസ് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി കണ്ടെത്താനായിട്ട് ഉപകരിക്കും. അതുപോലെ DNA പരിശോധന, അവരുടെ ബന്ധുക്കളുമായിട്ടുള്ള കമ്പാരിസണിൽ ഈ വ്യക്തി ആരാണെന്ന് അറിയാൻ പറ്റും. മറ്റേണൽ ലീനിയേജ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് MT-DNA. അപ്പോൾ ഇതൊക്കെ ബോൺസിൽ പ്രിസർവ്ഡ് ആയിരിക്കും. ഇത് അവസാനം ഉണ്ടായിട്ടുള്ള മരണത്തിൽ സംശയലേശമന്യേ DNA റിക്കവറി എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും, ആളെ ഫിക്സ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ കേട്ടത് ഒരു 2002 മുതലുള്ള ബോഡി. അപ്പോൾ ആ ബോഡി എത്ര കണ്ട് പ്രിസർവ്ഡ് ആണ്, ബോഡി വല്ലാതെ തീ വെച്ച് ഇല്ലാതാക്കി കളഞ്ഞു. അതായത് ഇൻസിനറേഷൻ, നമ്മൾ ക്രിമേഷനൊക്കെ നടത്തുന്ന പോലെ ഇൻസിനറേഷനൊക്കെ ചെയ്തിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അയാൾക്ക് ഒരുപാട് കാലം കിട്ടിയിരിക്കണു. കാരണം ഈ കുഴിച്ചെടുത്ത ബോൺസ് തിരിച്ച് നശിപ്പിച്ച് കളയാൻ നമുക്ക് സാമാന്യ ഒരു വിചാരമാണ്, ബറി ചെയ്തു പിന്നെ അയാൾ അവിടേക്ക് പോയിട്ടില്ല, അത് മണ്ണിൻ്റെ അടിയിൽ ഉണ്ട്. മണ്ണിൻ്റെ അടിയിലുണ്ടെങ്കിൽ നല്ലത് തന്നെ. ഒരു ഗ്രൗണ്ട് പിയേഴ്സിങ് റഡാർ സിസ്റ്റം ഒക്കെ ഉണ്ട്, നമുക്ക് ബോൺസ് ഒക്കെ റിക്കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ബോൺസ് ഇത്തരം ക്രിമിനൽസ് കുറേ കാലത്തിന് ശേഷം അയാളത് വീണ്ടും എടുത്തതിന് ശേഷം അത് ദഹിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാളുടെ ഇൻ്ററോഗേഷൻ കാര്യക്ഷമമായിട്ട് നടക്കണം. അയാൾക്ക് ഒരു ബ്രേക്കിംഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്നൊന്നും അയാൾ ബ്രേക്ക് ഡൗൺ ചെയ്യണ ഒരാളല്ല. കോടതികളിൽ അതിനുള്ള സാവകാശവും സമയവും പോലീസിൻ്റെ എക്സ്പെർട്സിന് കൊടുക്കണം. അയാളെ ഒരു സൈക്കോളജിക്കൽ പ്രൊഫൈൽ, ഇയാൾ എന്ത് തരം ക്രിമിനലാണ്, കട്ടത്തൈമി കാളെ ചാടി വീണ് കൊല്ലുന്ന സെക്സ് ക്രൈമൊന്നും അല്ല നടത്തിയെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഡിറ്റർമൈൻഡ് മർഡർ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഒരു പക്ഷേ ആയുധപ്രയോഗമല്ല, മരിച്ചതിന് ശേഷം അത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളെ എടുത്തുകൊണ്ട് പോയി ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ പ്രായമുള്ള ഒരാൾക്ക് എളുപ്പമല്ല. അപ്പോൾ ഒരുപക്ഷെ അതിനുവേണ്ടി മ്യൂട്ടിലേറ്റ് ചെയ്ത ബ്ലഡ് ആയിരിക്കാം നമുക്ക് കിട്ടിയിട്ടുള്ളത്. വിഷം ഉപയോഗിച്ച് കൊലപ്പെടുത്താനാണ് കൂടുതൽ പേരെ കൊന്നിട്ടുള്ള ഒരാൾ ജോലി കേസിലൊക്കെ ചെയ്ത പോലെ നമുക്ക് കിട്ടാൻ പറ്റാത്ത വിഷങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ കേസിൻ്റെ സക്സസ് കിട്ടുന്ന ഒരു കേസിൽ ആങ്കർ ചെയ്തുകൊണ്ട് നടത്താനാണ് സാധ്യത. ശരി.